ഹലോ, സീസ് ദ ഡേയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിസിൻഫെക്റ്റൻസ് യൂസ്ഡ് ഇൻ എ ലാബ്. ഒരു ലാബിൽ ഏതൊക്കെ തരം ഡിസിൻഫെക്റ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. ഒന്നാമത്തെ ടൈപ്പാണ് ആൽക്കഹോൾസ്. അതിൽ തന്നെ മീഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഇവയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. 70% എത്തനോളാണ് സ്പിരിറ്റ്. അത് നമുക്ക് ആൻറ്റിസെപ്റ്റിക് ഇൻ സ്കിന്നായിട്ടും അതുപോലെ മറ്റ് ലാബിലും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ടൈപ്പാണ് ആൽഡിഹൈഡ്സ്. അതിൽ തന്നെ ഫോർമാൽഡിഹൈഡും ഗ്ലൂട്ടറാൽഡിഹൈഡും. 40% ഫോർമാൽഡിഹൈഡാണ് ഫോർമാലിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു സർഫസ് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടും അതുപോലെ ഫ്യൂമിഗേഷൻ ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ, ബയോസേഫ്റ്റി ക്യാബിനറ്റിൽ, വാർഡിൽ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാം. ഈ ബയോസേഫ്റ്റി ക്യാബിനറ്റിനെ കുറിച്ച് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അടുത്തൊരു കാറ്റഗറിയാണ് ഫിനോൾ. 5% ഫിനോള്, ക്രെസോള്, ലൈസോള്, ക്ലോറോഹെക്സിഡിൻ, ഡെറ്റോള് ഇതൊക്കെയാണ് ഫിനോൾ കാറ്റഗറിയിൽ വരുന്ന ഡിസിൻഫെക്റ്റൻസ്. അടുത്തതാണ് ഹാലോജൻസ്, ക്ലോറിൻ കോമ്പൗണ്ട്സ്. നമുക്കറിയാം വാട്ടർ സപ്ലൈ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ക്ലോറിൻ കോമ്പൗണ്ട്സ്. അടുത്താണ് അയഡിൻ കോമ്പൗണ്ട്സ്, ടിങ്ചർ ഓഫ് അയഡിൻ. അതായത് 2% അയഡിനും 70% OH അതായത് ആൽക്കഹോളും ചേർന്നതാണ് ടിങ്ചർ ഓഫ് അയഡിൻ എന്ന് പറയുന്നത്. ഈ ചെറിയ കോമ്പോസിഷൻ പറയുന്നത് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളൂ, കാരണം അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്താണ് ഹെവി മെറ്റൽസ്, മെർക്കുറി ക്ലോറൈഡ്, സിൽവർ നൈട്രേറ്റ്, കോപ്പർ സൾഫേറ്റ് ഇങ്ങനെയൊക്കെ വരുന്ന ഹെവി മെറ്റൽസ് ഉള്ള കോമ്പൗണ്ട്സ് നമുക്ക് ഡിസിൻഫെക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്താണ് സർഫസ് ആക്റ്റീവ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന സോപ്പ്, ഡിറ്റർജൻറ്റ് മുതലായവ. ചില ഡൈസുകൾ നമുക്ക് ഡിസിൻഫെക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിളാണ് അനിലിൻ ഡൈസ് ആയിട്ടുള്ള ക്രിസ്റ്റൽ വയലറ്റ്, മാലക്കൈറ്റ് ഗ്രീൻ, ബ്രില്യൻ ഗ്രീൻ എക്സെട്ര. അടുത്ത നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്ത രണ്ട് ഡിസിൻഫെക്റ്റൻ്റാണ് എത്തിലീൻ ഓക്സൈഡ്. അതൊരു അൽക്കാലൈറ്റിംഗ് ഏജൻ്റാണ്. സ്പോർസിനെ കില്ല് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ, BPL എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ, അതും ഒരു ഇഫക്റ്റീവ് സ്പോറിസൈഡൽ ആൽക്കലൈറ്റിംഗ് ഏജൻ്റാണ്. പക്ഷേ ഇതൊരു കാർസിനോജനിക് ആയത് കാരണം കമ്പാരിറ്റീവ്ലി യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ബൈ. സീസ് ദ ഡേ.